മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ അത് ബോഡിയുടെ നേച്ചർ അങ്ങനെയാണ്. അത് വരും. ഓഹ്! അത് ഇനിയും വരാം. പക്ഷേ ഓഹ്! നമ്മൾ 6 മന്ത്സ് കണ്ടിന്യൂസ് ആയിട്ട് സപ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് മിക്കവാറും ഉം. മെജോറിറ്റി ആൾക്കാർക്ക് പിന്നെ കുറേ വർഷങ്ങൾക്ക് വരത്തില്ല. ചാൻസ് ഇല്ല. ചാൻസ് ഇല്ല. ഓക്കെ. ചില ആൾക്കാർക്ക് ചിലപ്പോൾ അപ്പം തന്നെ പിന്നെ 1 മാസം കഴിയുമ്പോൾ പിന്നെയും വരാം. വരാം. ഓരോർക്ക് ഓരോ രീതിയാണ്. ഉം. ചിലവർ മൈഗ്രെയിൻ ഒറ്റമൂലി ചികിത്സ ഇനി വരത്തില്ല എന്നൊക്കെ പറയും. അത് ആ. ആക്ച്വലി തെറ്റാണ്. ആ. നമ്മുടെ ബോഡി നേച്ചർ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. അത് ഓക്കെ. ബേസിക്കലി നമ്മൾ അതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നുള്ളൂ. ഇപ്പോൾ ഇതുപോലത്തെ ഹെഡ്സെറ്റ് പോലെ മാസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ആ സമയത്ത് മാത്രമേ നമ്മൾ കഴിക്കാൻ എടുക്കാൻ പാടുള്ളൂ. പാടുള്ളൂ. പക്ഷേ ഓക്കെ. റെഗുലറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമ്മുടെ ബോഡിക്ക് വല്ലതായതിൻ്റെ സൈഡ് എഫക്ട്സ് വരാം. ഈ ടെൻഷനും ലാക്ക് ഓഫ് സ്ലീപ്പും തന്നെയായിരിക്കുമോ നമ്മളെ മൈഗ്രെയിനിലേക്കും അതെ, അതെ. ലീഡ് ചെയ്യുന്നുണ്ടാവുക? മൈഗ്രെയിൻ ഉള്ള ആൾക്കാർക്ക് എപ്പളും പറയുന്ന ഒരു കാര്യമാണ്. അതിന്റെ ഒരു ട്രീറ്റ്മെന്റ് ഭാഗമാണ് പ്രോപ്പർ സ്ലീപ്പ്. ആ. 100% അവർക്ക് സ്ലീപ്പ് ഡിപ്രൈവേഷൻ പറ്റത്തില്ല. ഉം. സ്ലീപ്പ് എന്ത് ഡിപ്രൈവ് ചെയ്തോ അന്നൊക്കെ മൈഗ്രെയിൻ വരും. പിന്നെ ടെൻഷൻ. ടെൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിന്റെ ഭാഗമാണ്. നമുക്ക് ടെൻഷൻ കുറയ്ക്കാൻ പറ്റത്തില്ല. ടെൻഷൻ ഹാൻഡിൽ ചെയ്യാനേ പറ്റുള്ളൂ. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു എല്ലാവർക്കും ഉള്ളതാണല്ലോ. ഉം. പക്ഷെ നമ്മളത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന പോലെയുള്ളൂ. അപ്പോൾ ഹാൻഡിൽ ചെയ്യാനുള്ള ടെക്നിക്സ് റെഗുലറായിട്ട് ചെയ്യണം.